ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചക്ക കൊണ്ടുള്ള ഐസ്ക്രീമാണ്. ചക്കയും പാലും അതുപോലെ തന്നെ കുറച്ച് ഗോതമ്പൊടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാൻ എടുക്കാം. അതിലോട്ട് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. മെഷർമെൻറ്റ് കപ്പൊക്കെ ആണെങ്കിൽ ഒരു 2 കപ്പ് പാല്. അപ്പോൾ ഒരു 2-3 സ്പൂൺ ഗോതമ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാലിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഡയറക്റ്റ് ഗോതമ്പ് പൊടി അതിലേക്ക് പാലിലേക്ക് ചേർക്കുമ്പോൾ കട്ട കെട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് പാലിലേക്ക് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതേ ഒരു പാകത്തിന് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പാല് തിളപ്പിക്കാനായിട്ട് വെക്കാം. പാല് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലോട്ട് ഗോതമ്പ് പൊടിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് നമുക്ക് കോൺഫ്ലോറും ചേർത്ത് കൊടുക്കാം. അതുണ്ടെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ പാലിൽ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് കട്ട കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതിന് ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. പാല് നന്നായിട്ട് തിളച്ച് വരണം, അത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് മധുരം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഐസ്ക്രീമിന് കുറച്ച് മധുരം എപ്പോഴും മുമ്പിൽ നിൽക്കണം, കാരണം തണുത്തൊക്കെ കഴിയുമ്പോൾ ആ ഒരു മധുരം ബാലൻസ് ആവണമെങ്കിൽ. നമുക്ക് ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് ഈ ഒരു പാകമായി കഴിയുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലവറാണ് ചേർക്കണമെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. ഇനി നമുക്ക് 1 കപ്പ് ചക്ക പേസ്റ്റാക്കി എടുക്കാം. മെഷർമെൻറ്റ് കപ്പാണ്. പിന്നെ നമുക്കതിലോട്ട് വേണ്ടത് പനീറാണ്. ഇത് ഓപ്ഷണലാണ്. ഞാനിവിടെ പാല് നന്നായിട്ട് തിളപ്പിക്കുക. അതിലേക്ക് 1 സ്പൂൺ നാരങ്ങാനീരോ അല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ച് കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് പാല് പിരിഞ്ഞ് കിട്ടും. അത് വെള്ളം കളഞ്ഞെടുത്തതാണിത്. അപ്പോൾ ഇതുണ്ടെങ്കിൽ ചേർക്കാം. നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം നമുക്ക് കിട്ടും. അപ്പോൾ അതും കൂടി നമുക്ക് ചക്ക പേസ്റ്റിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കുറുക്കിയെടുത്തിട്ടുള്ള പാലിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. നമുക്ക് ഈ കണ്ടെയ്നർ ഒരു 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി എടുത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. എന്നാലാണ് നല്ല ക്രീമി ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്രീസറിലല്ല, താഴെയാണ് വെച്ചിരുന്നത് 2 മണിക്കൂർ. അതുകൊണ്ട് വലിയ കട്ടിയൊന്നും ആയിട്ടില്ല. അങ്ങനെ നമുക്ക് ഈ അടിച്ചത് നമുക്ക് ആ കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ നമുക്ക് ഫ്രീസ് ചെയ്തെടുക്കാം. കുറച്ച് നട്ട്സും അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടി, ചെറി, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാഷ്നട്ടും കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്കിത് ഒരു 6 മുതൽ 8 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പഴം വെച്ചിട്ടുള്ള ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.